ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാശിയുടെ സ്റ്റാർ ബർത്ത്ഡേ വീഡിയോ ആണ് കേട്ടോ. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ജൂലൈ 13th ആണ്. സോ അവൻ്റെ നാളാണ് കേട്ടോ വരുന്നത്. സത്യത്തിൽ ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ദിവസമായിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ട്രിപ്പിലൊക്കെ ആയിരുന്നു, അതുകൊണ്ട് കുറച്ച് ലേറ്റായി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ജൂലൈ എന്നൊക്കെ പറയുമ്പോൾ നല്ല മഴയുള്ള ദിവസം തന്നെയാണല്ലോ. ആ സമയത്ത് തന്നെ ആയിരുന്നു കാശിയുടെ ബർത്തും വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇന്നും നല്ല മഴയാണ് കേട്ടോ. നല്ല മഴയായിരുന്നു. നമ്മൾ കുടയൊക്കെ എടുത്ത് കാശിക്ക് തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു, പ്രസാദമൊക്കെ വാങ്ങി അവന് വഴിപാടുകളൊക്കെ നടത്തി കേട്ടോ. ജൂലൈ 13th അവൻ്റെ നാൾ വന്നിട്ടുണ്ടായിരുന്നത്. അവൻ അത്തം നക്ഷത്രക്കാരനാണ് കേട്ടോ. അത്തം നാളിലാണ് അവൻ്റെ സ്റ്റാർ ബർത്ത്ഡേ വരുന്നത്. സോ നമ്മൾ പ്രാർത്ഥിച്ച് ഇറങ്ങി കേട്ടോ അമ്പലത്തിൽ നിന്ന്. നമുക്കിന്ന് കാശിയുടെ പേരിൽ കുറച്ച് പായസം ഒരു വഴിപാടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ മന്തിലും ഉള്ളതാണ്. ഇപ്രാവശ്യം അത് വന്നത് കാശിയുടെ നാളിൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു പായസമൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്പലത്തിൽ രാവിലത്തെ ചായ ഉണ്ടായിരുന്നു കേട്ടോ. ഉപ്പുമാവും പഴവും ചായ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് വിഭവങ്ങളൊക്കെ ആയിട്ട് ഒരു വലിയൊരു സദ്യ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് നാളാണല്ലോ, അപ്പോൾ ഒരു സദ്യയൊക്കെ കഴിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് കുഞ്ഞൊരു സെലിബ്രേഷനായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ അമ്പലത്തിൽ നിന്ന് വന്നപ്പോഴത്തേനും അത്യാവശ്യം എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കുറച്ചൊരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ്റെ ആവശ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ബീട്രൂട്ട് പച്ചടിയും അതുപോലെ തന്നെ പുളി ഇഞ്ചിയാണ് കേട്ടോ ലാസ്റ്റായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ നമുക്കതൊന്ന് താളിച്ചിടാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് താളിച്ചിടുന്നതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സദ്യയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം കുറച്ച് വിഭവങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു പച്ചടിയും അതുപോലെ തന്നെ ഇഞ്ചിപ്പുളി, അതുപോലെ സാമ്പാർ, പായസം, പപ്പടം, ഉപ്പേരി ആൻഡ് ഓലൻ, അങ്ങനത്തെ കുറച്ച് വിഭവങ്ങളായിട്ടാണ് നമ്മൾ ഈ ഒരു കുഞ്ഞ് സദ്യ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അവയിലും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അമ്പലത്തിൽ പോയ സമയത്ത് നല്ല മഴയായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം മഴയൊക്കെ മാറി. എന്നാൽ വെളിച്ചം വന്നിട്ടുമില്ല. നല്ല മഴക്കാറൊക്കെ മൂടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഫുൾ മഴയാണല്ലോ, അതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല നമുക്ക്. എന്നാലും അമ്പലത്തിൽ പോകുന്ന സമയത്ത് കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം ഓക്കെ ആയി കേട്ടോ. അപ്പോൾ നമ്മുടെ സദ്യ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അവൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് ഇപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഒരു 2 years എത്ര പെട്ടെന്നാണ് കടന്നു പോയതെന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോഴും ആ ഒരു 1 year സെലിബ്രേഷൻ കഴിഞ്ഞതിൻ്റെ ഒരു അത്രേ ആയിട്ടുള്ളൂ എന്നുള്ളൊരു ഫീലാണ് ശരിക്കും തോന്നുന്നത്. പക്ഷേ വീണ്ടും 1 year കഴിഞ്ഞു പോയി എന്നുള്ളത് ഇപ്പോഴാണ് നമ്മളത് റിയലൈസ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. അവന് കൂടുതൽ വലുതായി, അവന് കുറേ മാറ്റങ്ങളൊക്കെ വന്നു, ചേഞ്ചസ് ഒക്കെ വന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വീട്ടിലുള്ളവർ മാത്രം ആയിട്ടൊരു കുഞ്ഞ് സെലിബ്രേഷൻ ആയിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്ത് സദ്യയൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു കുഞ്ഞ് സെലിബ്രേഷൻ ആയിരുന്നു. ആൻഡ് അവൻ്റെ അച്ഛനൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ ദിവസത്തേട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ചെറുതായിട്ടാണ് ഈ ഒരു ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. സോ നമുക്ക് നോക്കാം ഇനി നെക്സ്റ്റ് ഇയർ നമ്മൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇപ്പോൾ എന്തായാലും നമ്മൾ ഒരു കുഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്ത് അവനൊക്കെ കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത് കേട്ടോ. എന്തായാലും അവന് ഹാപ്പിയായി, നമ്മളും ഹാപ്പിയായി. ആൻഡ് അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കേക്കൊക്കെ കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. കാശിയുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്ന് നമ്മൾ പുറത്ത് പോയ സമയത്ത് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവൻ ഇട്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് നമ്മൾ അന്ന് ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് അച്ഛനും അമ്മയും വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അവന് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണുന്ന ഒരു കുഞ്ഞി ബാഗ് ഉണ്ടല്ലോ സൈഡിൽ, അതൊരു ആനക്കുട്ടിയുടെ ബാഗാണ് കേട്ടോ. അവന് ആന, പൂച്ച അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി അവൻ നഴ്സറിയിലൊക്കെ പോകുന്ന സമയത്ത് അവന് ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെയും കുറച്ച് പ്ലേറ്റും അതുപോലെ തന്നെ അവന് ജ്യൂസ് അല്ലെങ്കിൽ ഹോർലിക്സ് ഒക്കെ കുടിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു കപ്പും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് അവന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സാധാരണ നമ്മൾ സദ്യ കഴിക്കുന്നതും പിറന്നാളിന് സദ്യ കഴിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ഇല ഇടുന്ന രീതിയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് അറിയില്ല, പക്ഷേ അങ്ങനെയാണ് നമ്മൾ പൊതുവേ പിറന്നാളിന് സദ്യ വിളമ്പാറ് കേട്ടോ. പിന്നെ നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ചു, എന്നിട്ടാണ് അവന് സദ്യ കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ സാമ്പാറും ഉപ്പേരിയും അവിയലും എല്ലാം കൂട്ടിയിട്ട് നമ്മളിപ്പോൾ സദ്യ വിളമ്പിയിട്ടുണ്ട്.
അങ്ങനെ അവനും ഏട്ടന്മാരും ഒരുമിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാൻ തന്നെയാണ് ഫുഡ് കൊടുത്തത്. അവന് ഒറ്റയ്ക്ക് അങ്ങനെ ഇരുന്ന് കഴിക്കില്ല. ഇപ്പോൾ ചപ്പാത്തി അല്ലെങ്കിൽ ദോശയൊക്കെ പൊട്ടിച്ചു കൊടുത്താൽ അങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് കറിയൊക്കെ മുക്കിയിട്ട് കഴിക്കും കേട്ടോ. പക്ഷേ ചോറൊന്നും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ ഞാനും എടുത്തിരുന്നിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞി ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.